ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരും പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും പത്മശ്രീ ജേതാവ് വിമല മേനോനും പുരസ്കാരം സ്വീകരിച്ചു. ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ IAS ബാച്ചിന്റെ 40%-ലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തിവച്ച് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫൺ റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. 1 മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമാകുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ 4:30 ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് ഏകദേശം 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുറമുഖം അധികൃതർ അറിയിച്ചു. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ CUET ഫലം പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUET ഔദ്യോഗിക പോർട്ടൽ വഴി ഫലം അറിയാൻ കഴിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.